ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്, ഒരു സാഹിത്യ പുരസ്കാരം. അതിന്റെ പേര് ONV സാഹിത്യ പുരസ്കാരം. 4ാമത് ONV സാഹിത്യ പുരസ്കാരമാണ് 2020 വിതരണം ചെയ്യുന്നത്. ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് ONV കൾച്ചറൽ അക്കാദമിയാണ്. അപ്പോ 4ാമത് ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നിരൂപണ സാഹിത്യ രംഗത്തെ പ്രമുഖയായ ഡോക്ടർ M ലീലാവതിയാണ്. അപ്പോ 2020 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഡോക്ടർ M ലീലാവതിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ശ്രീമതി സുഗതകുമാരി ടീച്ചറാണ്. രണ്ടാമതായിട്ട് ഈ പുരസ്കാരം ലഭിച്ചത് ശ്രീ MT വാസുദേവൻ നായർക്കാണ്. മൂന്നാമതായിട്ട് 2019 ഈ പുരസ്കാരം ലഭിച്ചത് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ 4ാമത് ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഡോക്ടർ M ലീലാവതിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുരുവായൂർ നഗരസഭയെ പറ്റിയാണ്. പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അന്തർദേശീയ തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ യുനെസ്കോ നൽകുന്ന ഏഷ്യ പസഫിക് അവാർഡ്സ് ഫോർ കൾച്ചറൽ കൺസർവേഷൻ 2020 അർഹമായിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം. അപ്പോ പാരമ്പര്യ തനിമ ചോരാതെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ വിഭാഗത്തിൽ ഈ പുരസ്കാരം ഗുരുവായൂർ ദേവസ്വത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2020 ഡിസംബറിൽ പൈതൃക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അന്തർദേശീയ തലത്തിൽ യുനെസ്കോ നൽകുന്ന ഏഷ്യ പസഫിക് അവാർഡ്സ് ഫോർ കൾച്ചറൽ കൺസർവേഷൻ 2020 അർഹമായിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള ജെൻഡർ പാർക്കിനെ പറ്റിയാണ്. വനിതാ ശാക്തീകരണം, വിമൻ എംപവർമെന്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സഹസ്ഥാപനമായ UN വിമനുമായിട്ട് ധാരണയിലായിരിക്കുകയാണ് കേരള ജെൻഡർ പാർക്ക്. അപ്പോ കേരള ജെൻഡർ പാർക്ക് വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് UN വിമനുമായിട്ട് ധാരണയിലായിരിക്കുകയാണ്. UN വിമന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫംസലെ ലാംബോ ന്യൂക്കയാണ്. അതുപോലെ കേരള ജെൻഡർ പാർക്കിന്റെ നിലവിലെ CEO ഡോക്ടർ PTM സുനീഷാണ്. അപ്പോ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് UN വിമനുമായിട്ട് ധാരണയിലായിരിക്കുകയാണ് കേരള ജെൻഡർ പാർക്ക്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് മിസോറാം ഗവർണറായ മലയാളിയായ ശ്രീ PS ശ്രീധരൻപിള്ള റീസെന്റ് ആയിട്ട് രചിച്ച പുസ്തകമാണ്. ഇതൊരു കവിതാ സമാഹാരമാണ്. അതിന്റെ പേര് ഓ മിസോറാം എന്നതാണ്. അപ്പോ ഓ മിസോറാം എന്ന കവിതാ സമാഹാരം രചിച്ചിരിക്കുന്നത് ആരാണ്? മിസോറാമിന്റെ ഗവർണറായ മലയാളിയായ ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 1-2 അപ്പോയിന്റ്മെന്റ്സ് ആണ്. അതിലൊന്നാണ് കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്നത് ശ്രീ VP ജോയിയാണ്. 2021 ഫെബ്രുവരിയിലാണ് നിലവിലെ ചീഫ് സെക്രട്ടറിയായ വിശ്വാസ് മെഹ്തയുടെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒഴിവിലാണ് കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് VP ജോയെ നിയമിക്കാൻ കേരള സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2021 കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനാകുന്നത് ശ്രീ VP ജോയിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുകയാണ് SH പഞ്ചാബകേശൻ. അപ്പൊ അതോടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഭിന്നശേഷിക്കാർക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായിരിക്കുന്നത് SH പഞ്ചാബകേശനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസിലൊക്കെ കണ്ടതാണ്. കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗബാധയാണ് ഷിഗല്ല. അപ്പോ റീസെന്റ് ആയിട്ട് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ബാക്ടീരിയ രോഗബാധയാണ് ഷിഗല്ല. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. 2020 ഡിസംബറിൽ യോഗാസനത്തെ ഒരു മത്സര ഇനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കായിക മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര ആയുഷ് മന്ത്രാലയവും ചേർന്നാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. യോഗാസനത്തെ ഒരു മത്സര ഇനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കിരൺ റിജിജു ആണ്. അതുപോലെ തന്നെ ആയുഷ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീപാദ് നായിക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ജേവാർ എയർപോർട്ടിനെ പറ്റിയാണ്. 2024 പ്രവർത്തനം ആരംഭിക്കുന്ന ഉത്തർപ്രദേശിലെ ജേവാർ എയർപോർട്ടിന്റെ പുതിയ പേരാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ എയർപോർട്ടിന് നിർമ്മാണ ചുമതല ലഭിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ സൂറിക് എയർപോർട്ട് ഇന്റർനാഷണലാണ്. അപ്പോ 2024 പ്രവർത്തനം ആരംഭിക്കുന്ന ഉത്തർപ്രദേശിലെ ജേവാർ എയർപോർട്ടിന്റെ പുതിയ പേരാണ് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പറ്റിയാണ്. കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തിരികെ നൽകാൻ അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും COVID-19 ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സാ ചെലവ് തിരികെ നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ നമുക്കറിയാം മുംബൈയാണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ശ്രീ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോർട്ടലാണ് ആരംഭിച്ചിരിക്കുന്നത് ഒഡീഷ സർക്കാരാണ്.
നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് സഹായമാകുന്നതിനായിട്ട് ഒഡീഷ സർക്കാർ ആരംഭിച്ച ഒരു പോർട്ടലാണ് പരേശ്രം പോർട്ടൽ. അപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് പരേശ്രം പോർട്ടൽ ഒഡീഷ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് ഒഡീഷ സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് പരേശ്രം പോർട്ടൽ. ഒഡീഷയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ഭുവനേശ്വർ ആണ്. മുഖ്യമന്ത്രി ശ്രീ നവീൻ പട്നായിക് ആണ്. ഗവർണർ ശ്രീ ഗണേഷി ലാലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോവിഡ് വാക്സിനെ പറ്റിയാണ്. അതിന്റെ പേര് മോഡേണ എന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അംഗീകാരം നൽകിയ രണ്ടാമത്തെ കോവിഡ് വാക്സിനാണ് മോഡേണ. ആദ്യത്തേത് ഫൈസർ വികസിപ്പിച്ച ഫൈസർ ബയോൺടെക് എന്ന കോവിഡ് വാക്സിനാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് അമേരിക്കയിൽ അനുമതി ലഭിച്ച അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച കോവിഡ് വാക്സിനാണ് മോഡേണ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈൻ സ്ഥാപനമായ വിസ്താര എയർലൈൻസിനെ പറ്റിയാണ്. ഗുരുഗ്രാമാണ് വിസ്താര എയർലൈൻസിന്റെ ആസ്ഥാനം. ഇപ്പോൾ 2020 ഡിസംബറിൽ ഗൂഗിളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്ന സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എയർലൈൻ സ്ഥാപനമായ വിസ്താര എയർലൈൻസ്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് വിസ്താര എയർലൈൻസിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുകയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിസ്താര എയർലൈൻസ്. വിസ്താര എയർലൈൻസിന്റെ നിലവിലെ സിഇഒ ലെസ്ലി ടെങ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സൂചികയാണ് പ്രസിദ്ധീകരിക്കുന്നത് അമേരിക്കയിലെ കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ കാനഡയിലെ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ്. ഈ സൂചികയുടെ പേര് ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സ് എന്നാണ്. ഈ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111 ആണ്. മുൻവർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം 94 ആയിരുന്നു. 17 സ്ഥാനങ്ങളാണ് ഇന്ത്യ പുറകോട്ട് പോയിരിക്കുന്നത് 2020. അപ്പോൾ 2020 ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111 ആണ്. ഈ സൂചികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങൾ ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ് എന്നീ 3 രാജ്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് ന്യൂസിലൻഡാണ്, രണ്ടാമത് സ്വിറ്റ്സർലൻഡ്, മൂന്നാമത് ഹോങ്കോങ്. അപ്പോൾ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 111 ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയെ പറ്റിയാണ്. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സഹകരണത്തോടുകൂടി സെന്റർ ഓഫ് എക്സലൻസ് അല്ലെങ്കിൽ മികവിന്റെ കേന്ദ്രം നിലവിൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഹരിയാനയിലാണ്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ഹരിയാനയിലാണ് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സഹകരണത്തോടുകൂടി മികവിന്റെ കേന്ദ്രം നിലവിൽ വരുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇങ്ങനെ ഒരു മികവിന്റെ കേന്ദ്രം നിലവിൽ വരുന്നത്. ഫ്രാൻസിന്റെ തലസ്ഥാനം നമുക്കറിയാം പാരീസ് ആണ്. ഫ്രാൻസിന്റെ കറൻസി യൂറോ ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സിന്റെ സ്പേസ് പ്രൊഫഷണൽസിന് നൽകിയ പുതിയ പേരാണ് ഗാർഡിയൻസ് എന്നുള്ളത്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് സ്പേസ് ഫോഴ്സ് അല്ലെങ്കിൽ ബഹിരാകാശ സേന ആരംഭിച്ച രാജ്യം അമേരിക്കയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പേസ് ഫോഴ്സിലെ സ്പേസ് പ്രൊഫഷണൽസിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് നൽകിയ പേരാണ് ഗാർഡിയൻസ് എന്നുള്ളത്. അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് എയറോസ്പേസ് ആയിട്ട് നിലവിൽ സേവനം ചെയ്യുന്നത് ബാർബറ എം ബാരറ്റ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനായ ശ്രീ രത്തൻ ടാറ്റയെ പറ്റിയാണ്. ഇൻഡോ ഇസ്രായേൽ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിന്റെ ഗ്ലോബൽ വിഷണറി ഓഫ് സസ്റ്റൈനബിൾ ബിസിനസ് ആൻഡ് പീസ് പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ് രത്തൻ ടാറ്റ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇൻഡോ ഇസ്രായേൽ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സിന്റെ ഗ്ലോബൽ വിഷണറി ഓഫ് സസ്റ്റൈനബിൾ ബിസിനസ് ആൻഡ് പീസ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനായ ശ്രീ രത്തൻ ടാറ്റയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബോക്സിംഗ് താരം അമിത് പങ്കലിനെ പറ്റിയാണ്. 2020 ബോക്സിംഗ് വേൾഡ് കപ്പിൽ 52 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമിത് പങ്കൽ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, 2020 ബോക്സിംഗ് വേൾഡ് കപ്പിൽ 52 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമിത് പങ്കൽ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന 1-2 ദിനങ്ങളാണ്. അതിലൊന്നാണ് വേൾഡ് മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ അല്ലെങ്കിൽ ലോക ന്യൂനപക്ഷ അവകാശ ദിനം. നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 18-ാം തീയതിയാണ്. അപ്പൊ ഡിസംബർ മാസം 18 ലോക ന്യൂനപക്ഷ അവകാശ ദിനം. ഇന്ത്യയിൽ ഈ ദിനത്തിന് നേതൃത്വം നൽകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. അപ്പോൾ വേൾഡ് മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ അല്ലെങ്കിൽ ലോക ന്യൂനപക്ഷ അവകാശ ദിനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ്. മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി അല്ലെങ്കിൽ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ മുക്താർ അബ്ബാസ് നഖ്വിയാണ്. അതുപോലെ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ KT ജലീലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ദിനമാണ്. എല്ലാ വർഷവും ഡിസംബർ മാസം 19 നമ്മൾ ഗോവ ലിബറേഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 1961
ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഗോവയെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നത്. അപ്പോ ഗോവ സംസ്ഥാനത്തെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിനായിട്ട് 1961-ൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത്. അപ്പോ ഗോവ ലിബറേഷൻ ഡേ നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ മാസം 19 ഗോവ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ പ്രമോദ് സാവന്ത് ആണ്. നിലവിലെ ഗോവ ഗവർണർ മഹാരാഷ്ട്രയുടെ ഗവർണറായ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ്. 2020 ഡിസംബർ 20 ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസം 20 ഇന്റർനാഷണൽ ഹ്യൂമൻ സോളിഡാരിറ്റി ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഡിസംബറിൽ അന്തരിച്ച ആധുനിക വയർലെസ് നെറ്റ്വർക്സിന്റെ പിതാവായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് നോർമൻ അബ്രാംസൺ എന്നുള്ളത്. അതുപോലെ 2020 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ബിസിനസ്സുകാരനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും മനുഷ്യസ്നേഹിയുമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ RN ഷെട്ടി. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 കേരള സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 ഡിസംബറിൽ UNDP പ്രസിദ്ധീകരിച്ച മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 131 ഈ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം നോർവേ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.